ഫുക്രിയിലേക്ക് സ്വാഗതം. യശസ്വി ജയ്സ്വാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ പ്രതീക്ഷയുള്ള, ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനിയുള്ള 1.5 പതിറ്റാണ്ട് 10-15 വർഷം നിറഞ്ഞു നിൽക്കുമെന്ന് കരുതുന്ന യശസ്വി ജയ്സ്വാൾ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ടെമ്പറമെൻറ്റ് ഇഷ്യൂസ്, അദ്ദേഹം പെട്ടെന്ന് ചൂടാവുന്നു. അത് ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ച് ഔട്ടായതിനു ശേഷം, ഇന്നലെ ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റിൽ ഔട്ടായതിനു ശേഷം ജയ്സ്വാൾ കാട്ടിക്കുട്ടിയ അഭ്യാസങ്ങൾ അങ്ങനെ തന്നെ പറയണം. അത് ഒട്ടും നല്ലതല്ല. അത് വലിയ പ്രതീക്ഷയുള്ള, വലിയ നല്ല നിലയിൽ ക്രിക്കറ്റിൽ, ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉദിച്ചുയർന്നു വന്നിട്ടുള്ള യശസ്വി ജയ്സ്വാൾ ഇത് ചെയ്യരുത്. കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ, പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ യശസ്വി ജയ്സ്വാളിന് വലിയ ഭാവി ഉണ്ട്. അത് നശിപ്പിക്കുന്ന രീതിയിൽ ഇന്നലെ 45 റണ്ണെടുത്ത് 9 4 അടക്കം ആണ് 45 റണ്ണ്. 45-ൽ 36 ഫോറുകളിലൂടെയാണ് അദ്ദേഹം നേടിയത്. അങ്ങനെ അത്യുജ്വലമായി നിൽക്കുമ്പോൾ ക്ലീൻ ബൗൾഡായി പുറത്താവുകയായിരുന്നു യശസ്വി ജയ്സ്വാൾ. ആ ഘട്ടത്തിൽ യശസ്വി ജയ്സ്വാൾ കാണിച്ച ഔട്ടായതിലുള്ള പ്രതികരണമാണോ അതോ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. അദ്ദേഹത്തിന് ഈ ടെമ്പറമെൻ്റൽ ഇഷ്യൂ ഉണ്ട്. നേരത്തെയും ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയ വെച്ച് നടന്ന മത്സരത്തിൽ മിച്ചൽ സ്റ്റാർക്ക് പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തോട് പെരുമാറിയ ഒരു രീതി ഉണ്ടായിരുന്നു. അതും വിമർശിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഈ പ്രതികരണം, അതായത് തലകൊണ്ടിടിക്കാൻ പോക്കും മറ്റുമുള്ള ഹെഡ് ബട്ടൊക്കെ വലിയ തോതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വിലക്കേർപ്പെടുത്താൻ വരെ സാധ്യതയുമുള്ള ഒഫൻസുകളാണ് യശസ്വി ജയ്സ്വാൾ ഇന്നലെ ചെയ്തിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, ക്രിക്കറ്റിൽ ഇത് ഒട്ടും ഗുണകരമല്ല. ഇന്ത്യയിലെ ക്രിക്കറ്റ് വിദഗ്ധർ തന്നെ, മുൻ താരങ്ങളടക്കം യശസ്വി ജയ്സ്വാളിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. യശസ്വി ജയ്സ്വാൾ ഈ നിലയിൽ പോയാൽ വലിയ പ്രതിഭയുള്ള, വലിയ പ്രതീക്ഷയുള്ള ഇന്ത്യൻ ടീമിന്, പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ കാര്യമായ ഏകാഗ്രതയോടെ റണ്ണടിച്ചു കൂട്ടാൻ വലിയ റൺദാഹിയായ യശസ്വി ജയ്സ്വാൾ, പക്ഷേ ഈ പെരുമാറ്റം ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. പുറത്തായാൽ പുറത്തായി തിരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുക എന്നത് മാത്രമാണ് വഴി. അതിനു പകരം ഫിസിക്കലായി, ശാരീരികമായി എതിരാളിയെ നേരിടാനുള്ള ശ്രമങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് എതിരാണ്. അത് ഒരു കാരണവശാലും യശസ്വി ജയ്സ്വാൾ ചെയ്യരുത്.